നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്താണ്, ലീനിയർ ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന ഓരോ മെത്തേഡുകൾ അതെല്ലാം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വരുന്ന നമ്മുടെ അടുത്ത മൊഡ്യൂളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്തായിരുന്നു? ഇപ്പോൾ 2x + 3y = 5 അല്ലെങ്കിൽ 4x - 9y = 7. അതൊക്കെ എന്താണ്? അതൊക്കെ ഒരു ലീനിയർ ഇക്വേഷൻസ് ആണ്. ലീനിയർ ഇക്വേഷൻസ് എന്താ? അതായത് അവിടെയൊക്കെ ഇക്വേഷൻസിലൊക്കെ എക്സിൻ്റെ പവർ എന്താണ്? 1 ആയിരുന്നു അല്ലേ? അല്ലെങ്കിൽ വേരിയബിളിൻ്റെ പവർ 1 ആയി വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലി പറഞ്ഞാൽ ഒരു ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ax + by = c അല്ലേ, അല്ലെങ്കിൽ ax + by + c = 0. ആ ഒരു രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന് ജനറലി പറയുന്ന പേര് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അതായത് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വേരിയബിളിൻ്റെ പവർ 2 ആയിരിക്കും. ഇതാണ് വേരിയബിളിൻ്റെ പവർ 2 ആയിരിക്കും. വേരിയബിളിൻ്റെ പവർ 1 ആണെങ്കിൽ ലീനിയർ ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള കാര്യമാണ്. ക്വാഡ്രാറ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് എ സെക്കൻഡ് ഡിഗ്രി. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. Then which implies that it comprises a minimum of one term that is squared. ഏതെങ്കിലും ഒരു ടേം മാത്രം, ഒരു ടേമിൽ മാത്രം എക്സിൻ്റെ പവറോ വൈയുടെ പവറോ അല്ലെങ്കിൽ ജനറലി പറഞ്ഞാൽ വേരിയബിളിൻ്റെ പവർ 2 ആയിരിക്കും. ഏതെങ്കിലും ഒരു ടേമിൽ മാത്രം. Then it is also called a quadratic equation, and the general form of a quadratic equation is ax² + bx + c = 0. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ax² + bx + c = 0. ഓക്കെ, ഒരു ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്തായിരുന്നു? ഒരു ലീനിയർ ഇക്വേഷൻ ആകുമ്പോൾ ax + by + c = 0. അതല്ലേ ഒരു ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ ax² + bx + c = 0. അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ഒരു ലീനിയർ ഇക്വേഷനും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, നമ്മൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അതായിരുന്നു ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? എന്നാൽ നമ്മൾ ക്വാഡ്രാറ്റിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനെയാണ് അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഈ എക്സിൻ്റെ വാല്യൂ ആണ്. ഈ നമ്മളെ ലീനിയർ ഇക്വേഷനിൽ നമുക്ക് നോക്കിക്കേ, എക്സും വൈയും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നു അല്ലേ? ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും എലിമിനേഷൻ മെത്തേഡും ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ഗ്രാഫിക്കൽ മെത്തേഡും ഒക്കെ വെച്ച് നമ്മൾ എക്സിൻ്റെയും വൈയുടെയൊക്കെ വാല്യൂസ് ലീനിയർ ഇക്വേഷനിൽ കണ്ടുപിടിച്ചു. പക്ഷേ ക്വാഡ്രാറ്റിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടുകൾ കണ്ടുപിടിക്കുന്നത് ആ ഒരു മെത്തേഡും അല്ല, വേറൊരു മെത്തേഡ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. വേറെ ഒരു മെത്തേഡല്ല, വേറെ ഒന്നിലധികം മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ സൊല്യൂഷനെ വിളിക്കുന്ന പേരെന്താണ്? റൂട്ട്സ് ആണെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. എന്താണ് സീറോസ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനെ പറയുന്ന പേര് റൂട്ട്സ് അല്ലെങ്കിൽ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ax² + bx + c = 0 എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസിനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് എന്തായിരിക്കും? 2 റൂട്ട് ഉണ്ടായിരിക്കും. ഇതാണ് പ്രത്യേകത. അവർക്ക് 2 റൂട്ട് അഥവാ 2 സീറോസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? ക്വാഡ്രാറ്റിക് അല്ലേ? സോ എക്സിൻ്റെ പവർ 2 അല്ലേ? സോ എക്സിന് 2 വാല്യൂസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ലീനിയർ ഇക്വേഷൻ ആണെങ്കിലോ എക്സിനൊരു വാല്യൂ കാണും, വൈക്ക് ഒരു വാല്യൂ കാണും. അതായിരുന്നു ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ? കണ്ടോ, എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാവ് 2 റൂട്ട്സ്. നമുക്ക് നോക്കാം, ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലോട്ട് മാറ്റാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, പറയാവേ അത്. ഇനി നമുക്ക്
റെപ്രസെന്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻ മാത്തമാറ്റിക്കലി. നമുക്കൊരു സിറ്റുവേഷൻ തന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ആദ്യം എന്തായിരുന്നു ലീനിയർ ഇക്വേഷൻ പഠിച്ചപ്പോഴും ഒരു സിറ്റുവേഷൻ പറയും, ആ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് നമ്മളൊരു ഇക്വേഷനെ ഫ്രെയിം ചെയ്തെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലും ആദ്യം എന്താണ് ഒരു സന്ദർഭം തരും അല്ലേ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിനെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലോട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. നോക്കിക്കേ, ജോൺ ആൻഡ് ജെയിംസ് ടുഗദർ ഹാവ് 45 marbles. Both of them lost 5 marbles each. And the product of the number of marbles, എന്താണ് the product of the number of marbles they now have is 124. We would like to find out how many marbles they had to start with. ഓക്കെ, ഈ പറഞ്ഞ സിറ്റുവേഷനെ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കണം. സൊല്യൂഷൻ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, അതിന് നമുക്കൊരു എക്സ്പ്രഷനെ ആ ഒരു എക്സ്പ്രഷൻ ഫോമിലോട്ട് നമുക്ക് ആക്കണം, അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലോട്ട് ആക്കണം. എങ്ങനെ ആക്കാൻ പറ്റും നമുക്ക് നോക്കാം. ജോൺ ആൻഡ് ജെയിംസ് ടുഗദർ ഹാവ് 45 മാർബിൾസ്. നോക്കിക്കേ, ജോണിനും ജെയിംസിനും എന്താണ് രണ്ടു പേർക്കും കൂടി 45 മാർബിൾസ് ഉണ്ട്. ബോത്ത് ഓഫ് ദം ലോസ് 5 മാർബിൾസ് ഈച്ച് ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ ഓഫ് മാർബിൾസ് നൗ 124. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ലീനിയർ ഇക്വേഷൻ എഴുതിയപ്പോൾ നമ്മൾ എന്താണ് ഒരാൾ എക്സും ഒരാൾ വൈയും ആക്കി എടുത്തു, രണ്ട് വേരിയബിളിലാക്കിയാണ് നമ്മൾ എടുത്തത് അല്ലേ. എന്തുകൊണ്ടാണ്? ലീനിയർ ഇക്വേഷന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ax + by + c = 0 ആ ഒരു ഫോർമാറ്റ് ആയിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ലീനിയർ ഇക്വേഷൻ നമ്മൾ രണ്ട് വേരിയബിൾ വെച്ചിട്ട് എഴുതിയത്. ഇനി നമ്മൾ വന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക്കിലാണ്. ക്വാഡ്രാറ്റിക് ആകുമ്പോൾ എന്താണ് ഒറ്റ, അതായത് എക്സിന് ഒരു ടേം ആയിരിക്കും അല്ലെ, x² + ax² + bx + c = 0 ആണ്. അതായത് നമുക്ക് എന്താണ് രണ്ട് സിറ്റുവേഷനെയും ഒരൊറ്റ വേരിയബിളിലോട്ട് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഉദ്ദേശം. അപ്പോൾ നോക്കിക്കേ, ജോണിനും ജെയിംസിനും കൂടി 45 മാർബിൾ ഉണ്ട്. ഇപ്പം ഞാൻ പറയുവാണ്, ജോണിന്റെ മാർബിൾ എന്താണ്? എക്സ് ആണ്. ജോണിന്റെ മാർബിൾ എക്സ്. ഇനി ജെയിംസിന്റെ മാർബിൾ, ജെയിംസിന്റെ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു ജെയിംസിന്റെ നമുക്ക് വേണം ഇവിടെ y എന്ന് കൊടുക്കാൻ പറ്റുമോ? y നമ്മൾ എടുക്കത്തില്ല, കാരണം നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് സോൾവ് ചെയ്യുന്നത് അല്ലേ. രണ്ടിനെയും നമുക്ക് ഒരേ ടേമിലോട്ട് കൊണ്ടുവരണം, എക്സിന്റെയോ വൈയുടെയോ ടേമിലേക്ക് കൊണ്ടുവരണം. ഇപ്പം ഞാനിവിടെ y ആണ് എടുത്തതെങ്കിൽ ഇതിനെയും വൈയുടെ ടേമിലേക്ക് കൊണ്ടുവരണം. സോ ബോത്ത് ഓഫ് ദം അനുനെ ജോൺ ആൻഡ് ജെയിംസ് ടുഗദർ ഹാവ് 45 മാർബിൾ. അപ്പോൾ ജോണിന് എക്സ് മാർബിൾസ് ഉണ്ട്, അപ്പോൾ ജെയിംസിന് എത്ര മാർബിൾസ് ഉണ്ടായിരിക്കും? ജെയിംസിന്റെ മാർബിൾ എന്ന് പറഞ്ഞാൽ ജോണിന്റെയും ജെയിംസിൻ്റെതും കൂടി 45. അപ്പോൾ ജെയിംസിന്റെ എന്താ? 45 - x. അതല്ലേ ജെയിംസിന്റെ കയ്യിലുള്ള മാർബിൾസിന്റെ എണ്ണം. അപ്പോൾ ജെയിംസിന്റെ കയ്യിലുള്ള മാർബിൾസ് 45 - x എന്ന് എടുത്തു. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? then and both of them lost 5 marbles each. രണ്ടു പേർക്കും അവരുടെ കയ്യിലുള്ള 5 മാർബിൾസ് നഷ്ടപ്പെട്ടു. ആദ്യം ജോണിന്റെ കയ്യിൽ എക്സും ജെയിംസിന്റെ കയ്യിൽ 45 - x ആയിരുന്നു. ഇനി എന്താ? രണ്ടു പേർക്കും അവരുടെ കയ്യിലുള്ള മാർബിൾസിന്റെ 5 എണ്ണം വീതം നഷ്ടപ്പെട്ടു. അപ്പൊ പുതുതായിട്ട് ജോണിന്റെ കയ്യിലുള്ള മാർബിൾസിന്റെ എണ്ണം എന്താ? ന്യൂ മാർബിൾസ് എത്ര എണ്ണമാണ് ജോണിന്? ന്യൂ മാർബിൾസിൽ ജോണിന് ആദ്യം ഉണ്ടായിരുന്ന എക്സ് ആയിരുന്നു, അതിൽ നിന്ന് 5 എണ്ണം നഷ്ടപ്പെട്ടു. അപ്പൊ എന്തായി? x - 5 ആയി അല്ലേ. ജെയിംസിനാകട്ടെ, ജെയിംസിന് ആദ്യം എത്ര ആയിരുന്നു? ജെയിംസിന് ആദ്യം 45 - x ആയിരുന്നു. അപ്പൊ പുതുതായിട്ട് ജെയിംസിന് എത്ര ഉണ്ട്? പുതുതായിട്ട് ഈ ഉണ്ടായതിനേക്കാൾ 5 കുറവ്, അതായത് 45 - x - 5. ഓക്കെ ആണോ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 45 - x - 5. നമുക്ക് നമ്പേഴ്സിനെ ഒരുമിച്ച് അങ്ങ് സോൾവ് ചെയ്യാം. 45 ന്ന് 5 കുറച്ചു, 45 ന്ന് 5 കുറയ്ക്കുമ്പോൾ എത്ര? 40. സോ 40 - x എന്ന് വരും. സോ 40 - x ആണ് ജെയിംസിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള മാർബിൾ. ജോണിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള മാർബിൾ എത്ര? x - 5 ആണ്. ഇത്രയും ഓക്കെ ആണേ. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ ഓഫ് മാർബിൾസ് ദേ നൗ ഹാവ് ഈസ് 124. അവരുടെ രണ്ടു പേരുടെയും കൂടി കയ്യിൽ ഇപ്പോൾ ഉള്ള മാർബിളിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 124 ആണെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ രണ്ടുപേരുടെ കയ്യിൽ 124 മാർബിൾസ് ആണുള്ളത് അല്ലേ. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? ഇപ്പോൾ ഉള്ളത് x - 5 ഇൻറ്റു 40 - x. അങ്ങനല്ലേ, രണ്ടുപേരുടെ പ്രോഡക്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x - 5 ഇൻറ്റു 40 - x ഈസ് ഈക്വൽ ടു 124 എന്ന് എഴുതാം. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇത് ഒരു ക്വാഡ്രാറ്റിക് ഫോമിലോട്ട് മാറ്റാനല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്. സിറ്റുവേഷനെ മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഫോമിലോട്ട് ആക്കണം. ഇപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഫോമിലായോ? ഇല്ലല്ലോ, ക്വാഡ്രാറ്റിക് ഫോമിലായില്ല. അപ്പം നമ്മൾ എന്ത് വേണം? ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്വാഡ്രാറ്റിക് ഫോമിലോട്ട് ആക്കണം. നോക്കിക്കേ, സോ x - 5 ഇൻറ്റു 40 - x is equal to
124 എന്ന് കിട്ടി. നമുക്ക് എന്ത് വേണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഫസ്റ്റ് എന്ത് വേണം? ഈ എക്സ് കൊണ്ട് ഇതിൽ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു അല്ലേ 40 മൈനസ് എക്സ്. ഇനി ഈ -5 കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള ഓരോരുത്തരെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ -5 ഇൻറ്റു 40 മൈനസ് എക്സ് ഈക്വൽ ടു 124 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യാം? എക്സ് കൊണ്ട് ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്തു. 40 ഇൻറ്റു എക്സ് 40x കാണാൻ പറ്റുന്നുണ്ടോ? 40x മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. കണ്ടോ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ മൈനസ് 40 ഇൻറ്റു 5 അല്ലേ? 40 ഇൻറ്റു 5 എത്ര? 200 അല്ലേ? -200 മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് ഇൻറ്റു മൈനസ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. -5 ഇൻറ്റു മൈനസ് എക്സ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 5 ഇൻറ്റു എക്സ് 5x ഈക്വൽ ടു 124 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യാം? ഞാൻ താഴോട്ടുള്ള ഒന്ന് മായ്ക്കുവാണേ, താഴോട്ട് എഴുതാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എക്സ്പ്രഷൻ വന്നത് കാണാൻ വേണ്ടി കുറച്ചുകൂടി താഴോട്ടെടുത്ത് എഴുതുവാണേ. 40x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 200 പ്ലസ് 5x ഈക്വൽ ടു 124 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ടേം എല്ലാം ഒരുമിച്ചാക്കാം, എക്സിൻ്റെ ടേം എല്ലാം ഒരുമിച്ചാക്കാം, നമ്പേഴ്സ് എല്ലാം ഒരുമിച്ചാക്കാം. നോക്കിക്കേ, ഇവിടെ എന്താ ഉള്ളത്? മൈനസ് എക്സ് സ്ക്വയർ ആദ്യം എഴുതി. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എഴുതണം. അതായത് ax² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 ആ ഒരു ഫോമിലോട്ട് ആക്കണം അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? -x². പിന്നെ എന്താ ഉള്ളത്? 40x ഉണ്ട് 5x ഉണ്ട്. രണ്ടുപേരുടെയും സൈൻ ഒന്നല്ലേ? ഒരേപോലത്തെ സൈൻ അല്ലേ? അപ്പോൾ എന്ത് വേണം? രണ്ടുപേരെയും ആഡ് ചെയ്തിട്ട് അതേ സൈൻ കൊടുക്കണം. പ്ലസ് 40x പ്ലസ് 5x എന്ത് വരും? 40x 45x എന്ന് വരും. ഇനി എന്താ ഇവിടെ ഉള്ളത്? ഒരു -200 ഉണ്ടല്ലേ? സോ -200 അതേപോലെ എഴുതിയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു 124 ഇപ്പുറത്ത് കൊണ്ടുവന്നു. അപ്പോഴെന്ത് വരും? -124 വിച്ച് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. -x² ചെറുതാക്കണം പ്ലസ് 45x. ഇനി എന്താണ്? നമ്പേഴ്സ് രണ്ടുണ്ടല്ലേ? -200 -124 രണ്ടുപേർക്കും ഒരേ സൈനാണ്. ഒരേ സൈൻ ആകുമ്പോൾ എന്ത് വേണം? നമ്മൾ ആഡ് ചെയ്തിട്ട് അതേ സൈൻ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 200 124 -324 ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ? ഇപ്പം എന്താ കിട്ടിയേ? -x² പ്ലസ് 45x മൈനസ് 324 324 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. നമുക്ക് എന്ത് വേണം? ഈ ഫസ്റ്റത്തെ ടേമിൽ നിന്ന് മൈനസ് ഒഴിവാക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് വേണം? ഞാൻ ത്രൂ ഔട്ട് ഈ ഒരു ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ടൊരു മൈനസ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എങ്ങനെ വരും? ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x² ഇൻറ്റു മൈനസ്. അപ്പോൾ എന്ത് വരും? x². ഇനി അടുത്ത എന്താ? പ്ലസ് 45x ഇൻറ്റു മൈനസ്. സോ -45x. ഇനി എന്താ? -324 ഇൻറ്റു മൈനസ്. അപ്പോൾ എന്താ? പ്ലസ് 324 ഈക്വൽ ടു 0 എന്ന് വരും. സോ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്താ? x² മൈനസ് 45x പ്ലസ് 324 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ആദ്യം അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. രണ്ട് പേരുടെ കൂടി കയ്യിൽ 45 മാർബിൾ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടു പേർക്കും 5 മാർബിൾസ് വീതം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അല്ലേ? നഷ്ടപ്പെട്ടപ്പോൾ പുതുതായിട്ട് അവരുടെ കയ്യിലുള്ള മാർബിളിൻ്റെ പ്രോഡക്റ്റ് 124 ആണ്. അതാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്താ? നമ്മൾ ആദ്യമുള്ള ഒരാളുടെ കയ്യിലുള്ളത് x ആക്കി എടുത്തു. അപ്പോൾ മറ്റേ ആളുടെ കയ്യിലുള്ളത് നമ്മൾ y ആക്കി എടുക്കുമോ? ഇല്ല, നമുക്ക് ഒറ്റ വേരിയബിളിലോട്ട് ആക്കണം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ ആളുള്ളത് 45-ൽ നിന്ന് 5x കുറയ്ക്കുന്നതായിരിക്കും. സോ 45 മൈനസ് എക്സ് ആയിരിക്കും അടുത്ത ആളുടെ കയ്യിലുള്ളത് അല്ലേ? ഇനി എന്താ? രണ്ട് പേരെ കയ്യിൽ നിന്നും 5 എണ്ണം വീതം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ ആളുടെ കയ്യിൽ നിന്ന് 5 എണ്ണം പോകുമ്പോൾ x - 5 ആവും. രണ്ടാമത്തെ ആളുടെ കയ്യിൽ നിന്ന് 5 എണ്ണം പോകുമ്പോൾ 45 മൈനസ് എക്സ് -5 ആവും അല്ലേ? അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 40 മൈനസ് എക്സ് എന്ന് വന്നു അല്ലേ? 40 മൈനസ് എക്സ് എന്ന് വന്നു. ഇനി എന്താ? ഇപ്പം കിട്ടിയ രണ്ട് പേരുടെ പ്രോഡക്റ്റ് 5 എണ്ണം കുറഞ്ഞതിന് ശേഷമുള്ള പ്രോഡക്റ്റ് 124 ആണെന്ന് പറഞ്ഞു. സോ x - 5 ഇൻറ്റു 40 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 124 ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്തു അവസാനം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാക്കി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോമിലോട്ട് കൊണ്ടുവന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചെക്ക് വെദർ ദ ഫോളോയിങ് ഇക്വേഷൻസ് ആർ ക്വാഡ്രാറ്റിക് ഓർ നോട്ട്. കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, അത് ക്വാഡ്രാറ്റിക് ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതായത് ഓപ്ഷനിൽ തന്നിരിക്കും, ഓപ്ഷനിൽ തന്നിരിക്കുന്നതിന് ഏതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് വരുന്നതെന്ന് നോക്കി ചൂസ് ചെയ്യാൻ ചോദിക്കും ചിലപ്പം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ അവസാനം എന്താ?
അവസാനം അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ax² + bx + c = 0 എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് അത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് പറയാം. ഓക്കെ ഓക്കെ ഓരോന്നായിട്ട്. ഫസ്റ്റ് x-2² + 1 = 2x-3. ഫസ്റ്റത്തെ ഇക്വേഷൻ കണ്ടോ, x-2². എന്താ x-2²? a-b² ഫോം അല്ലേ, a-b². നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് a-b² എക്സ്പാൻഷൻ എന്താണ്, a² - 2ab + b². ഓക്കെ, a² - 2ab + b². ഇതാണ് a-b² എക്സ്പാൻഷൻ. നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. x-2² + 1 അല്ലെ = 2x-3 ആണ്. അപ്പോൾ x-2² പകരം എന്തെഴുതാം, എക്സിൻ്റെ സ്ക്വയർ, ഫസ്റ്റത്തെ നമ്പറിൻ്റെ സ്ക്വയർ, മൈനസ് 2 × 2ab അല്ലേ, 2 × ഫസ്റ്റത്തെ നമ്പർ എന്താ എക്സ്, 2 × x × രണ്ടാമത്തെ നമ്പർ എന്താ, രണ്ടാമത്തെ നമ്പർ 2 അല്ലേ. സോ x² - 2 × x × 2 2ab + b². b എന്താ, രണ്ടാമത്തെ നമ്പർ എന്താ, -2, -2ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇത്രയും മനസ്സിലായോ. x-2² a-b² വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു. പിന്നെന്താ, +1 അതേപോലെ എഴുതി = 2x-3. ഇനി എന്താ, x² - 2 × 2 4x, 2 × 2 4 × x 4x പ്ലസ് -2ൻ്റെ സ്ക്വയർ, -2ൻ്റെ സ്ക്വയറും ശ്രദ്ധിക്കണേ, -2ൻ്റെ സ്ക്വയറും +2ൻ്റെ സ്ക്വയറും എന്താണ്, 4 തന്നെയാണ്. മനസ്സിലായോ? അതായത് മൈനസിൻ്റെ സ്ക്വയർ ശരിക്കും നമ്മൾ പ്ലസ് ആക്കിയാണ് എടുക്കുന്നത്, മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആണ്. സോ -2ൻ്റെ എന്തായിരിക്കും, മൈനസിൻ്റെ സ്ക്വയർ പ്ലസും 2ൻ്റെ സ്ക്വയർ 4ഉം. സോ -2ൻ്റെയും +2ൻ്റെയും സ്ക്വയർ എന്താണ്, 4 തന്നെയാണ്. അതുപോലെ -3യുടെ സ്ക്വയറും +3യുടെ സ്ക്വയറും 9 തന്നെയാണ്. ഓക്കെ, സോ x² - 4x പ്ലസ് എന്താ, -2ൻ്റെ സ്ക്വയർ 4 + 1 = 2x-3 എന്ന് വന്നു അല്ലേ. ഇനി എന്താ വരുന്നത്, x². ഇനി എക്സിൻ്റെ ടേമിനെയൊക്കെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം, എല്ലാവരെയും ഇപ്പുറത്ത് കൊണ്ടുവരാം ഞാൻ. x² - 4x പ്ലസ് 4 + 1 5 -2x, ഈ -3നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ +3 ആവും, = 0. ഇത്രയും ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യാം, x². ഇനി 4x, ഇനി എക്സിൻ്റെ ടേംസ് നമ്മൾ നമുക്ക് ഒരുമിച്ചാക്കിയാലോ. x²ൻ്റെ ടേം ഒന്നേ ഉള്ളൂ, x²ൻ്റെ ടേം ഒന്നല്ലേ ഉള്ളൂ. ഇനി എന്ത് വേണം, x²ൻ്റെ ടേം ഞാൻ ആദ്യം എടുത്തെഴുതി. ഇനി എക്സിൻ്റെ ടേമുകളെ ഒരുമിച്ചാക്കുക, -4x -2x -6x, x² - 6x അല്ലേ. പിന്നെ എന്താ വരുന്നത്, +5 + 3, 5 + 3 എന്താ, 8 + 8 = 0 എന്ന് വന്നു. ക്ലിയർ ആയോ? അപ്പോൾ എന്താ വന്നത്, x² - 6x + 8 = 0. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോം ആണോ അത്? ആണ് അല്ലേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഫസ്റ്റത്തെ ഇക്വേഷൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഫസ്റ്റത്തെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് കിട്ടി. അടുത്തത് x × x + 1 + 8 = x + 2 × x - 2 അല്ലേ. നമ്മൾ ഈ ഇക്വേഷൻ നോക്കിക്കേടെ, ആ റൈറ്റ് സൈഡ് RHS കണ്ടോ, RHSൽ എന്താ കൊടുത്തേക്കുന്നത്, x + 2 × x - 2 എന്നല്ലേ കൊടുത്തേക്കുന്നത്. സോ അതെവിടെയെങ്കിലും പരിചയമുണ്ടോ, x + 2 × x - 2? അതും ഒരു ഐഡന്റിറ്റി അല്ലേ, നമ്മൾ ശരിക്കും മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ അടുത്തത് പോളിനോമിയൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുമ്പോൾ ഈ ഐഡന്റിറ്റീസിനെ ഓരോന്നും നല്ല ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടും കേട്ടോ. സോ x - 2 × x + 2 നമുക്ക് എന്താ, a + b × a - b ഫോം അല്ലേ, a + b × a - b. നമുക്കറിയാം a + b × a - b എന്താ, a² - b² ആണ് അല്ലേ. a + b × a - b എന്ന് പറഞ്ഞാൽ a² - b² ആണ്. അത് ഓർത്ത് വെച്ചിരിക്കേ. ഇനി നമുക്ക് ചെയ്യാം, x × x + 1 ക്വസ്റ്റ്യൻ എഴുതാണ്, x × x + 1 + 8 = x + 2 × x - 2. x × x + 1 x എന്താണ്, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പുറത്തുള്ള ബ്രാക്കറ്റിന് പുറത്തുള്ള എക്സിനെ അകത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x × x x² പ്ലസ് x × 1 x പ്ലസ് 8 = എന്താണ്, x + 2 × x - 2. x + 2 × x - 2 നമുക്ക് x² - 2² എന്ന് എഴുതാം അല്ലേ. സോ x² - 2². അപ്പോൾ എന്ത് വരും, x² + x
പ്ലസ് 8 ഇത്രയും കിട്ടി. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 8 എന്ന് കിട്ടി. ഇനി എന്താ, നമുക്ക് RHS ആൾക്കാരെ എല്ലാം ഇനി ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരാം, LHS കൊണ്ടുവരാം അല്ലേ. അപ്പോൾ എന്ത് വരും, ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. എന്തിനു വേണ്ടിയിട്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഈ എക്സ് സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്ത് വരും, മൈനസ് എക്സ് സ്ക്വയർ. ഇനി എന്താ, -2 സ്ക്വയർ അല്ലേ RHS അതിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും, പ്ലസ് 2 സ്ക്വയർ എന്ന് വരും, ഈക്വൽ ടു 0. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി എന്ത് ചെയ്യാം നോക്കിക്കേ, പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും കട്ട് ചെയ്ത് പോയി. ഇനി എന്താ ഉള്ളത്, എക്സ് പ്ലസ് 8 പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്താ 4 അല്ലേ, ഈക്വൽ ടു 0. അതായത് എക്സ് പ്ലസ് 8 4 12, എക്സ് പ്ലസ് 12 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതെന്താണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ ഇത്? ഇതിനകത്ത് എക്സിൻ്റെ പവർ എത്ര, എക്സിൻ്റെ പവർ ഇവിടെ 1 ആണ്. സോ എക്സിൻ്റെ പവർ 1 ആയതുകൊണ്ട് അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, അതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. സോ എക്സ് പ്ലസ് 12 ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് ലീനിയർ ഇക്വേഷൻ ആണ്, അത് ക്വാഡ്രാറ്റിക് അല്ല. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഇൻറ്റു 2x പ്ലസ് 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് സോൾവ് ചെയ്യാനുള്ളത്. നോക്കിക്കേ, എക്സ് കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 3x ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ ആണോ? 2x സ്ക്വയർ പ്ലസ് 3x ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടി. എന്ത് ചെയ്യാം, RHS ആൾക്കാരെല്ലാം ഇങ്ങനെ LHS കൊണ്ടുവരാം. 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അതായത് 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ എന്തെഴുതാം, 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലെ, എക്സ് സ്ക്വയറിൻ്റെ ടേം എല്ലാം നമുക്ക് ഒരുമിച്ചാക്കാം. 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്താ, എക്സ് സ്ക്വയർ. ഇനി എക്സിൻ്റെ ടേം ആരൊക്കെയാണ് ഉള്ളത്, 3x ആണുള്ളത്, വേറെ എക്സിൻ്റെ ടേമുകളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ അതേപോലെ എടുത്തെഴുതി, എക്സ് സ്ക്വയർ പ്ലസ് 3x. ഇനി എന്താ, നമ്പേഴ്സ് വേറെ ഏതാ, -1 മാത്രമല്ലേ ഉള്ളൂ. സോ എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇതെന്താണ്, ഇത് ക്വാഡ്രാറ്റിക് ആണോ ലീനിയർ ആണോ? എക്സിൻ്റെ പവർ എന്താ 2 അല്ലേ. സോ ഇതും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് കിട്ടി. സോ ഇതും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 1ഉം 3ഉം എന്താ കിട്ടിയത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് കിട്ടി. ക്ലിയർ ആണോ? നോക്കിക്കേ എങ്ങനെയാണ് ചെയ്തതെന്ന്. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സോൾവ് ചെയ്ത് വരുമ്പോൾ അവസാനം ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ഫോമിൽ വരികയാണെങ്കിൽ നമുക്ക് പറയാം അത് എന്താണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ അത് ax പ്ലസ് by പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ഫോമിൽ വരുവാണെങ്കിൽ നമുക്ക് പറയാം അത് ലീനിയർ ഇക്വേഷൻ ആണെന്നും പറയാം.